ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഈ ചൂട് സമയത്ത് കഴിക്കാൻ വളരെയധികം പോഷകഗുണങ്ങൾ അടങ്ങിയ ഒരു ഡ്രിങ്കാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഡയബറ്റീസ് കുറയാനും വയറിനുള്ളിൽ ഉണ്ടാകുന്ന ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ മാറിക്കിട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അധികം പുളിക്കാത്ത ചനച്ച മാങ്ങ തൊലിയോടുകൂടി നേരിയതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. തൊലിയിലാണ് ഇതിന്റെ വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തൊലിയോടുകൂടി തന്നെ കട്ട് ചെയ്ത് ചേർക്കണം. ഇനി ഇതിലേക്ക് നേരിയതായി കട്ട് ചെയ്ത 3 കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി വയറിനുള്ളിൽ ഉണ്ടാകുന്ന ഗ്യാസ് പ്രോബ്ലംസ് മാറ്റി കിട്ടാനും നമ്മളുടെ മസിൽസിൽ ഉണ്ടാകുന്ന വ്രണങ്ങളൊക്കെ സുഖപ്പെടുത്താനും സഹായിക്കുന്നു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുന്തിരിയാണ്. പച്ചമുന്തിരി വളരെ നല്ലതാണ്. നമുക്ക് ഡയബറ്റീസുകാർക്ക് ഈ പച്ചമുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബ്ലഡ് ഷുഗർ കുറയാൻ സഹായിക്കുന്നുണ്ട്. ധാരാളം ആന്റി ഓക്സിഡൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 7 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. പകരം നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിലും ചേർക്കാം. പിന്നെ മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കുക. പിന്നെ അല്പം ഉപ്പും കൂടി ചേർക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര അതനുസരിച്ച് ചേർക്കണം കേട്ടോ. ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും മധുരം ചേർക്കണമെന്നില്ല. നമുക്കിതൊന്ന് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചായി വെള്ളം ചേർത്ത് ഞാനിത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ല. ഈ തൊലിയൊക്കെ കുറച്ച് അരയാത്തൊക്കെ ഇതിനകത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. പച്ചമാങ്ങയിലെ തൊലിയൊക്കെ കുറേയൊക്കെ അരിയാത്തത് ഉണ്ടാവും. എന്നാലും അത്യാവശ്യം ഇതിലെ വിറ്റാമിൻസും മിനറൽസൊക്കെ ഈ വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ അരയാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു സ്പൂണും ഉണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിലെ ജ്യൂസൊക്കെ നന്നായിട്ട് പാത്രത്തിലേക്ക് വീഴും. ഇപ്പോൾ ഈ അരിപ്പയിൽ അരയാത്ത മാങ്ങയുടെ തൊലിയും ഇഞ്ചിയൊക്കെ അരിച്ചു കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത കസ്കസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വളരെ കുറഞ്ഞു പോയതുകൊണ്ട് കുറച്ചുകൂടി ഇതിലേക്ക് ചേർക്കാം. കറുത്ത കസ്കസിന് പകരം നമുക്ക് ചിയാ സീഡും ചേർക്കാം കേട്ടോ. വളരെയധികം ഗുണങ്ങളുള്ളതാണ് ചിയാ സീഡ്. അത് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് എത്രമാത്രം ജ്യൂസ് വേണോ അതനുസരിച്ചുള്ള വെള്ളം ചേർക്കാം. ഫ്രിഡ്ജിലെ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജ്യൂസിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകരാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത്. ഇഞ്ചി ചേർക്കുന്നത് കൊണ്ട് നേരിയൊരു കയ്പ്പ് വരും. പിന്നെ ഒരു ചെറിയതായിട്ടുള്ളൊരു എരിവും. ഇഞ്ചി പച്ചയ്ക്ക് ചവച്ച് കഴിക്കുന്നതാണ് ഗുണം. എങ്കിലും നമുക്കത് പറ്റാത്തത് കൊണ്ട് ഇതുപോലെ ജ്യൂസിലൊക്കെ അടിച്ച് ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് സമയത്ത് വളരെ നല്ലതാണ് കഴിക്കുന്നത്. വയറ്റിലുണ്ടാകുന്ന ഗ്യാസൊക്കെ മാറിക്കിട്ടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.